ശ്രീ എസ് പി രവി, നോക്കൂ, നമ്മൾക്ക് എപ്പോഴും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ദുരിതത്തിൽ മനുഷ്യർ പെടുമ്പോൾ കുറ്റപ്പെടുത്താൻ, വിരൽ ചൂണ്ടാൻ ഒരു ഭരണ സംവിധാനമുണ്ടാകും. പക്ഷേ ആ ഭരണ സംവിധാനത്തെ മാത്രം കുറ്റപ്പെടുത്തലല്ല, നമ്മുടെ തന്നെ പ്രായോഗികമായ സമീപനം കൂടി കൊണ്ടുണ്ടായ ആപത്തിലേക്കല്ലേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായും നമ്മൾ ഈ നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘടകങ്ങൾ ചേർന്നാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ആഗോളതലത്തിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും മഴയുടെ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ പോലും ഇത്രയും രൂക്ഷമായിട്ട് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു, ദുരന്തങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു. എങ്കിലും അതിൽ നിന്നും പഠിക്കാതെ ആ സമയത്ത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് മാത്രം ഇക്കാര്യങ്ങൾ ചിന്തിക്കുകയും പിന്നെ വീണ്ടും ഈ സാധാരണ രീതിയിൽ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ ജീവിച്ചു പോകണം എന്ന് കരുതുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നേരത്തെ അജു സാർ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള കാലത്ത് 24 മണിക്കൂറിൽ 30-40 സെന്റിമീറ്റർ മഴ കേരളത്തിൽ പലയിടത്തും നമ്മൾ പ്രതീക്ഷിക്കണം. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, അപ്പൊ മറ്റ് സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 1000 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്രത്തോളം എത്തുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഈ 30 സെന്റിമീറ്റർ മഴ താങ്ങാനുള്ള കപ്പാസിറ്റി കേരളത്തിലെ ഒരു പുഴയ്ക്കും ഇന്നില്ല. അപ്പൊ ഈ പുഴയിൽ നിന്നുള്ള വെള്ളപ്പൊക്കത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ഒന്ന് അണക്കെട്ടുകളുള്ള പുഴയിൽ ഉള്ളതും അല്ലാത്തതും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അണക്കെട്ടിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ഓപ്പറേഷനും കൂടെ അതിന്റെ ഒരു ഘടകമാവും. അല്ലാത്ത പുഴ എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഏത് പുഴ എടുത്തു കഴിഞ്ഞാലും ഒരു 30 സെന്റിമീറ്റർ ഒക്കെ 24 മണിക്കൂറിൽ മഴ പെയ്താൽ അത് 24 മണിക്കൂറിലായിട്ടല്ല പെയ്യുന്നത്, മറിച്ച് അതുപോലും ഈ 5-6 മണിക്കൂർ കൊണ്ടാണ് അതിന്റെ ഒരു ഭൂരിപക്ഷവും പലപ്പോഴും കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ഈ വടശ്ശേരിക്കരയും വാഗമണിലും ഒക്കെ നമുക്കറിയാം 300 മില്ലിമീറ്ററിന് മേലെ മഴ കിട്ടി. ഈ മഴ കിട്ടിയത് രാത്രി 9 മണി മുതലുള്ള 5-6 മണിക്കൂർ സമയത്താണ് ഇതിന്റെ ബൾക്കായിട്ടുള്ള മഴ പെയ്തിരിക്കുന്നത്. അപ്പോ ഈ 24 മണിക്കൂർ എന്ന് പറയുന്നത് പോലുമല്ല, അതിനേക്കാൾ കുറഞ്ഞ പീരിയഡിൽ വളരെ എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പഴയ കാലത്താണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ മഴ വന്നു കഴിഞ്ഞാലും ഇപ്പൊ സുഭാഷ് സാർ സൂചിപ്പിച്ചതുപോലെ കാടുണ്ടായിരുന്ന കാലത്താണെങ്കിൽ ആ മഴവെള്ളം മുഴുവൻ അപ്പൊ തന്നെ ഒഴിച്ച് താഴേക്ക് വരില്ല. അതിൽ നല്ലൊരു ശതമാനം ആഗിരണം ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിത്യഹരിത വനങ്ങൾക്കും ഉയർന്ന പുൽമേടുകൾക്കും എല്ലാം കഴിയുമായിരുന്നു. ഇന്ന് പക്ഷേ അത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളൊന്നും നമുക്ക് അവിടെ ഇല്ല. ഇടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് കയറി കിടക്കാനായിട്ട് ധാരാളം നെൽവയലുകൾ നമുക്ക് കേരളത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതുമില്ല. അപ്പൊ അത്തരത്തിൽ ഈ എക്സ്ട്രീം റെയിൻഫോൾ വരികയും എന്നാൽ അതിൽ നിന്നുള്ള വെള്ളത്തെ താങ്ങാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ലാതിരിക്കുകയും എല്ലാം ഉടനെ തന്നെ പുഴയിലേക്ക് ഒഴുകിയെത്തുകയും പുഴയെ സംബന്ധിച്ച് പുഴയ്ക്ക് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളപ്പൊക്കം വരാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇതിന് എന്താ പറയുക, ഒരു ഷോർട്ട് ടേമിലുള്ള ഒരു സൊല്യൂഷൻ ഒന്നുമില്ല. നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യേണ്ടി വരും. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനിയുള്ള ഈ ചർച്ചയുടെ റൗണ്ടുകളിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. ശരി ശ്രീ എസ് പി രവി, ഞാൻ അങ്ങേലേക്ക് വരാം. അതായത് നമുക്ക് ഈ ചർച്ചയെ വളരെ പോസിറ്റീവായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തോടെയാണ്. കാരണം നമ്മൾ ഏതായാലും പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിൽ നിന്നൊരു പരിഹാരം നമുക്കത് സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമോ? എങ്ങനെ അത് സാധ്യമാകും? അതിലേക്ക് നമുക്ക് പോകണം.